എക്സ്റ്റേണൽ ഒരു പൊള്ളിച്ചൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ ആ ടാനൊക്കെ റിമൂവ് ചെയ്ത ബ്ലോക്സൊക്കെ ആ പോഴ്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് വളരെ ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ പിന്നെ അരിപ്പൊടി, അരിമാവ് നമ്മൾ പുളിപ്പിച്ചെടുക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഈ സ്ക്രബിനായിട്ട് ഉപയോഗിക്കാം നമുക്ക്. മോർണിംഗ് അവേഴ്സാണ് അത് നല്ലത്. ഇനിയിപ്പോൾ ഇത് 2 നേരമായിട്ട് ചെയ്യാനൊന്നും സമയം കിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്ത് വൈപ്പ് ഔട്ട് ചെയ്ത് ശരിക്കും ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഈ ടോണർ ഇടാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ വീണ്ടും പറയുന്നു, ഉള്ളിലേക്ക് മരുന്നതിന് ആവശ്യം വരും. നിങ്ങൾ തൽക്കാലം തുടർച്ചയായിട്ട് ശീലിച്ചോ. ഉള്ളിലേക്ക് മരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പൊടിക്കൈകൾ തുടർച്ചയായിട്ട് എക്സ്റ്റേണലി ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് ശീലിക്കാം. ഒപ്പം തന്നെ എന്നിട്ടും ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് ഉള്ളിലേക്ക് കഷായം കഴിക്കാം. ഓക്കെ, അതിന് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമായിരിക്കും. നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ സ്ക്രബിന് നമുക്ക് ഉപയോഗിക്കുന്ന സംഗതികൾ നല്ല പുളിപ്പിച്ച അരിമാവില്ലേ, ദോശമാവ്, നമുക്ക് കിച്ചണിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് രാവിലത്തെ സമയം പ്രത്യേകിച്ചുണ്ടാവും. അപ്പോൾ ദോശമാവ് കൊണ്ട് ചെറുതായിട്ട് റബ്ബ് ചെയ്യാം, അത് നല്ലതാണ്. പിന്നെ നമുക്ക് തൈര് നല്ലതാണ്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് തൈര് ഉപയോഗിക്കാം, അത് നല്ലതാണ്.